നമസ്കാരം. ഗാസയിൽ വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നു. 1.25 വർഷം, അതായത് 15 മാസം, കൃത്യമായി പറഞ്ഞാൽ 466 ദിവസം നീണ്ടുനിന്ന നരകയാതനയ്ക്കാണ് ഗാസയുടെ ജനങ്ങൾ മോചിതരായിരിക്കുന്ന ആ അന്ത്രാള ഘട്ടത്തിൽ നിന്നും ജനങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും മോചിതരായിരിക്കുന്നു. 42 ദിവസത്തേക്കുള്ള ആദ്യഘട്ട വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നു. 3 ഘട്ടങ്ങളിലായി നടത്തേണ്ട ആ ഒരു സമാധാന പ്രക്രിയ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രക്രിയ, അതിൻ്റെ ആദ്യഘട്ടം തുടങ്ങുകയാണ്. ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് തലേന്ന് 20-ാം തീയതിയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അദ്ദേഹം തന്നെ നൽകിയ അന്ത്യശാസനമാണ്, ഞാൻ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഒരു ഡീൽ സാധ്യമാകണം, ബന്ദികളുടെ കൈമാറ്റം തുടങ്ങി വെക്കണം. അങ്ങനെ 19-ാം തീയതി വെടിനിർത്തൽ ഔപചാരികമായി നിലവിൽ വരികയാണ്. അതിനു മുൻപുള്ള ഈ 2 ദിവസങ്ങൾ ഉൾപ്പെടെ കാര്യമായ സംഘർഷം ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ്. ഇതിന് ഒരുപാട് പ്രയത്നം, മാസങ്ങളായി ഒരുപാട് പേരുടെ പ്രയത്നം, അത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രയത്നം, നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രയത്നം, അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ തലത്തിലുള്ള പ്രവർത്തനം, അതുമാത്രമല്ല ജെയ്ക്ക് സള്ളിവൻ എന്ന സെക്യൂരിറ്റി അഡ്വൈസറുടെ പ്രവർത്തനം, അതുമാത്രമല്ല ഖത്തർ എന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ കാര്യമായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. കാരണം നമ്മൾ ഒരു പരിധിവരെ ഖത്തറിനെയൊക്കെ തുച്ഛീകരിച്ച് കണ്ടവരുണ്ട്. ഖത്തർ എന്ന ചെറിയ രാജ്യത്തിന് അവർ തീവ്രവാദികൾക്ക് അഭയം കൊടുക്കുന്നവരാണ്, ഹമാസിന്റെ നേതാക്കൾക്ക് അഭയം കൊടുക്കുന്നവരാണ്. ഹമാസിന്റെ ഓഫീസ്, ഹിസ്ബുള്ളയുടെ ഓഫീസൊക്കെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പ്രവർത്തിക്കുന്നു. അവർ 2 വെള്ളത്തിലും കാലി ചവിട്ടുന്നവരാണ് എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ദോഹയിൽ നടന്ന അവസാനവട്ട ചർച്ചയിലാണ് ഈ ഡീൽ സാധ്യമായത്. ദോഹയിൽ നിന്നുകൊണ്ട് തന്നെ ഖത്തറിന്റെ പ്രധാനമന്ത്രി ഈ ഡീൽ ഔപചാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ന് ഇസ്രായേലിന്റെ പാർലമെന്റ് നെസറ്റിൻ സമ്മേളനം ഉണ്ടാകണം. അതിനു മുൻപ് പാർലമെന്റ് സമ്മേളിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇസ്രായേലിന്റെ മന്ത്രിസഭയുടെ ക്യാബിനറ്റിന്റെ ഒരു അന്തിമ അനുമതി കൂടി ഉണ്ടാകണം. പക്ഷേ ഏകദേശ ധാരണയായതുകൊണ്ടാണ് ഇസ്രായേൽ ഉൾപ്പെടെ അത് അംഗീകരിച്ചിരിക്കുന്നത്. അതിന്റെ സ്ഥിരീകരണം ഔപചാരികത മാത്രമാണ്. ഇവിടെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇതിന് നാൾവഴികളെ കുറിച്ച് വിശദീകരിക്കാനല്ല, ഈ കരാർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ഇമ്പാക്റ്റ് ആണ് ഗാസയിലെ ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. ഇതാണ് കരാറിനെ കുറിച്ചുള്ള ഒരു അകത്തെ ഒരു ചിത്രം, അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഒരു ഹ്രസ്വചിത്രം നൽകുക എന്നത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതിലൊരു മാറ്റമെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി 600 ട്രക്കുകൾ, ഒരു ദിവസം 600 ട്രക്ക് ലോഡ്സ് ഓഫ് മെഡിസിൻ, ഫുഡ്, അതർ അമ്യൂണിറ്റീസ്, ഇതെല്ലാം തന്നെ ഗാസയിലേക്ക് പ്രവഹിക്കും. അത് ഗ്യാരണ്ടിയാണ്. ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണത്. അപ്പോൾ നടുപൊടിഞ്ഞിരിക്കുന്ന ജനങ്ങൾക്ക്, പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങൾക്ക് പുതപ്പില്ല, വസ്ത്രം, നല്ല തണുപ്പാണ്, ഇവിടെ മഴയുമുണ്ട്, ഇതെല്ലാം ചേർന്ന് ജീവിതം ദുരിതത്തിലായിരിക്കുന്നു, ബോംബിങ് വേറെ. അപ്പം ഇത്ര പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഈ കഴിഞ്ഞ 15 മാസത്തിനുള്ളിൽ പൊലിഞ്ഞ ജീവനുകൾ എന്ന് പറയുന്നത് 46,707 പേരാണ് ഇതുവരെയുള്ള അവസാന കണക്ക്. ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കനുസരിച്ച് അത്രയും പേരാണ് മരിച്ചത്. അതിൽ 60% നിസ്സഹായരായ സ്ത്രീകളും കുട്ടികളുമാണ്. അതുപോലെ 1 ലക്ഷത്തിലധികം, കേവലം 23 ലക്ഷം മാത്രമാണ് ജനസംഖ്യ എന്ന് ഓർക്കണം, 1 ലക്ഷത്തിലധികം പേർക്ക്, അത് 23-ൽ ഒരാൾ വീതം ഒന്നുകിൽ അംഗഭംഗം വന്നു അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റവരാണ്. 1,10,10,000-ത്തിലധികം പേരാണ്. അപ്പം അങ്ങനെ 1.5 ലക്ഷത്തിലധികം പേര് ഒന്നുകിൽ ജീവൻ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ജീവച്ഛവമായി മാറി. അതിന് പുറമെയാണ് 90% ആളുകളും കംപ്ലീറ്റ്ലി ഡിസ്പ്ലേസ്ഡ് ആണ്. ഗാസയിൽ പൂർണ്ണമായും ഡിസ്പ്ലേസ്ഡ് ആണ്. അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടു, പൂർണ്ണമായി കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. അങ്ങനെ ഗാസ ഒരു വലിയ പ്രഷർ കുക്കർ സിറ്റുവേഷനിലാണ്. അവിടേക്കാണ് 600 ട്രക്കുകൾ ഓരോ ദിവസവും അവശ്യ സാധനങ്ങളുമായി എത്തുന്നത്. അതൊരു ചേഞ്ച്. അപ്പം ചെറിയൊരു ആശ്വാസം ഉടനടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേതാണ് കുറച്ചുകൂടി പ്രധാനം, ബന്ദികളുടെ കൈമാറ്റമാണ് ഏറ്റവും വൈകാരികമായ വിഷയം. ഈ 42 ദിവസത്തെ ആദ്യഘട്ട വെടിനിർത്തലിൽ 33 ബന്ദികളുടെ കൈമാറ്റം ഇസ്രായേലിൽ നിന്നും ഒക്ടോബർ 7, 2023 ഗാസയിൽ നിന്നും പോയ ഹമാസിന്റെ തീവ്രവാദികൾ പിടിച്ചുകൊണ്ടുവന്ന ബന്ദികൾ 33 പേരെ മോചിപ്പിക്കും.
അത് ഘട്ടം ഘട്ടമായി ആദ്യം 3 പേര്, പിന്നെ 4 പേരെ, അങ്ങനെ വിവിധ ബാച്ചുകളായി ഈ 42 ദിവസത്തിനുള്ളിൽ 33 ബന്ദികളുടെ മോചനമാണ്. അതെല്ലാവരും തന്നെ 50 വയസ്സിന് മുകളിലുള്ളവരും സ്ത്രീകളും കുട്ടികളുമായ ആളുകളെയാണ് മോചിപ്പിക്കുന്നത്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. അതിന് മറുപുറത്ത് ഇസ്രയേലിൽ നിന്നും ഇസ്രയേലിന്റെ തടവറകളിലുള്ള പലസ്തീൻകാരായ പോരാളികളെ അവരുടെ 1000 പേരെ മോചിപ്പിക്കുമെന്നാണ് പറയുന്നത്. 1000 പേരെ ഒറ്റയടിക്ക് മോചിപ്പിക്കുമെന്നല്ല, വിവിധ ഘട്ടങ്ങളിലായി മോചിപ്പിക്കും. ചില കണക്കുകൾ അനുസരിച്ച് 2000 പേരെ വരെ മോചിപ്പിക്കും എന്ന കണക്കുണ്ട്. അത് ആകെ നമ്പറാണോ അതോ ആദ്യഘട്ടത്തിലെ മോചനം തന്നെ 1000 പേരിലേക്ക് നീങ്ങുമോ എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചന ഇല്ലാത്തത് കൊണ്ടാണ് കൃത്യമായി എനിക്ക് പറയാനാവാത്തത്. അങ്ങനെ പരസ്പരമുള്ള മോചനം ഉണ്ടാകും. അതാണ് ആദ്യത്തെ കാര്യം. അത് മാത്രമല്ല, ഈ 42 ദിവസം, അതായത് 6 ആഴ്ച എന്നുള്ളതാണ്, 6, 7, 42 അങ്ങനെയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. 6 ആഴ്ചക്കുള്ളിൽ, അപ്പം 2 ആഴ്ച കഴിയുമ്പോൾ, ഒരു 14 ദിവസം കഴിയുമ്പോൾ 2ാം ഘട്ട വെടിനിർത്തലിനുള്ള ചർച്ചകൾ തുടങ്ങും. അതിന്റെ അജണ്ട എന്തായിരിക്കും എന്നതിനെ കുറിച്ചായിരിക്കും ചർച്ച. അതിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ബാക്കി ബന്ദികളുടെ മോചനവും അതുപോലെ മറിച്ച് മറ്റുള്ളവരുടെ കൈമാറ്റവും ആണ് 2ാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം, അതും ഘട്ടം ഘട്ടമായി 1ാം ഘട്ടത്തിൽ ചെറിയ തോതിൽ പിന്മാറ്റം ഉണ്ടാകും, 2ാം ഘട്ടത്തിലും പിന്മാറ്റം ഉണ്ടാകണം. അപ്പൊ ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം സമാന്തരമായി സംഭവിക്കുന്നതാണ്. ആ സേനയുടെ പിന്മാറ്റമാണ് ഒരുപക്ഷെ 2ാം ഘട്ടത്തിൽ വരാൻ സാധ്യതയുള്ള തർക്ക വിഷയം. കാരണം ഇസ്രായേലിലെ തെക്ക് റഫ അതിർത്തിയിൽ, ഈജിപ്തുമായുള്ള റഫ അതിർത്തിയോട് ചേർന്നുള്ള ഫിലഡൽഫിയ കോറിഡോർ, ആ ഫിലഡൽഫിയ കോറിഡോർ എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. അതായത് ഗാസയുടെ മണ്ണിൽ നിന്നും ഹമാസിന്റെ ആളുകൾ അതിർത്തി കടന്ന് റഫ വഴി ഈജിപ്തിലേക്ക് പ്രവേശിക്കുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ തടയാൻ വേണ്ടി ആ കോറിഡോർ ഇസ്രായേൽ തന്ത്രപ്രധാനമായ സ്ഥലമായി വെച്ചിരിക്കുകയാണ്. അവിടെ ശക്തമായ ഇസ്രായേലി സൈനിക സാന്നിധ്യമുണ്ട്. അവിടുത്തെ സൈനിക സാന്നിധ്യം കുറച്ചു കൊണ്ടുവരിക എന്നതാണ് നയം. അത് പൂർണ്ണമായി അവോയ്ഡ് ചെയ്യാൻ ഒരുപക്ഷെ ഇസ്രായേൽ ഒരിക്കലും സമ്മതിക്കില്ലായിരിക്കാം. ഇസ്രായേലിന്റെ ചെറിയ സൈനിക സാന്നിധ്യം ഫിലഡൽഫിയ കോറിഡോറിൽ ഉറപ്പായും ഭാവിയിലും ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. അതൊരു തർക്ക വിഷയമായി ഇനിയും എമർജ് ചെയ്ത് വരാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ല, മറ്റു കോറിഡോറുകളുണ്ട്. തലങ്ങും വിലങ്ങും ഇസ്രായേല് സൃഷ്ടിച്ച കോറിഡോറുകൾ വലിയ പാതകളാണ്. അതായത് ഗാസയെ നേരെ കീറി മുറിക്കുക, നെടുകയും കുറുകയും കീറി മുറിക്കുക എന്ന രൂപത്തിൽ സെക്യൂരിറ്റി സോണുകളാണ് ഈ പറയുന്ന കോറിഡോറുകൾ എന്ന് പറയുന്നത്. അതെല്ലാം തന്നെ അവിടെ നിന്നെല്ലാമുള്ള സേനാ പിന്മാറ്റം എങ്ങനെയാണ്? നഗരങ്ങളിൽ നിന്ന് ഒരുപക്ഷെ പിന്മാറും, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് സൈന്യം പിന്മാറും, പക്ഷേ കോറിഡോറുകൾ നിലനിർത്താനാണ് എങ്കിൽ അതൊരു കീറാമുട്ടിയായി വരും എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ഇതെല്ലാം 2ാം ഘട്ടത്തിൽ കാര്യമായി സംസാരിക്കേണ്ട വിഷയമാണ്. ഒരുപക്ഷെ 3ാം ഘട്ടമാണ് ഏറ്റവും നിർണായകം. 3ാം ഘട്ടം, അന്തിമ ഘട്ടം, അതേക്കുറിച്ചുള്ള ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ആദ്യഘട്ടം അവസാനിക്കുന്നതിന് മുമ്പ്, 42 ദിവസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ 2ാം ഘട്ടത്തെക്കുറിച്ച് ധാരണ ഉണ്ടാവുകയാണെങ്കിൽ 3ാം ഘട്ട ചർച്ചകൾ തുടരും. ഈ 3ാം ഘട്ട ചർച്ചകളിൽ പ്രധാനമായും വരുന്നത് റീകൺസ്ട്രക്ഷൻ ഓഫ് പോസ്റ്റ് വാർ ഗാസ, യുദ്ധാനന്തര ഗാസയുടെ പുനഃസൃഷ്ടി. പൂർണ്ണമായും ഉടച്ചു വാർക്കേണ്ട അവസ്ഥയിലാണ് ഗാസ. ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല പലയിടങ്ങളിലും. ആ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഉണ്ടാകണം, അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണം ഉണ്ടാകണം, ഡീസാലിനേഷൻ പ്ലാന്റുകൾ ഉണ്ടാകണം, കടൽ വെള്ളം ശുദ്ധീകരിച്ച് ശുദ്ധജലമാക്കുന്ന പ്ലാന്റുകൾ ഉണ്ടാകണം, സാനിറ്റേഷൻ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാകണം. അപ്പൊ ഈ അടിസ്ഥാന സൗകര്യ വികസനം പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അതിന് 3 മുതൽ 5 വർഷം വരെയുള്ള ഒരു കാലാവധിയാണ് ഇപ്പോൾ അനൗപചാരികമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് യുണൈറ്റഡ് നേഷൻസിന്റെ പദ്ധതികൾ കൊണ്ടുവരണം, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം സ്വീകരിക്കണം, അത് ചാനലൈസ് ചെയ്യണം, അത് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഇസ്രായേലിന്റെ നിയന്ത്രണം പൂർണ്ണമായി അതിനുണ്ടാവും എന്ന് കരുതാനാവില്ല. അതുകൊണ്ട് പാലസ്തീൻ ഒരു ഭരണകൂടം ഉണ്ടാകണം. പുനഃസൃഷ്ടി, പലസ്തീൻ്റെ അതായത് ഗാസയുടെ പുനഃസൃഷ്ടിക്ക് സാധ്യമാകണമെങ്കിൽ അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ, അതേസമയം ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകണം. നിലവിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉള്ളത് ഹമാസിന്റെ അഡ്മിനിസ്ട്രേഷനാണ്. ഹമാസിന്റെ ഭരണകൂടത്തിന്റെ തലവൻ ആരെന്ന് പോലും ഇപ്പോൾ അറിയുന്നില്ല. ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടു, അതുപോലെ വലിയ തോതിലുള്ള നേതാക്കളെല്ലാം തന്നെ പോയി കഴിഞ്ഞു. അപ്പം ഹമാസിന്റെ ടോപ്പ് ലീഡർഷിപ്പ്, യഹിയ സിൻവാർ ഉൾപ്പെടെയുള്ള ടോപ്പ് ലീഡർഷിപ്പ് പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യപ്പെട്ട സ്ഥിതിക്ക് ഹമാസിന്റെ ലീഡർഷിപ്പിന് പുതിയതായി എമർജ് ചെയ്ത് വരാൻ പറ്റുമോ? ആ ലീഡർഷിപ്പിനെ ഒരു ഭരണകൂടമായി ഇസ്രായേൽ അംഗീകരിക്കുമോ? എൻ്റെ അഭിപ്രായം അങ്ങനെ അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. ഹമാസ് വിമുക്ത
ഒരു പോസ്റ്റ് വാർ അഡ്മിനിസ്ട്രേഷനാണ് ഒരുപക്ഷെ ഇസ്രയേലിന്റെ മനസ്സിൽ. അപ്പൊ ഹമാസ് എന്ന രൂപത്തിൽ അതേ ആളുകളെ വെച്ച് ഒരിക്കൽ കൂടി അതിന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തുകയാണെങ്കിൽ ഇസ്രയേലിന് പൂർണ്ണമായി മുഖം നഷ്ടപ്പെടുമെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് അത് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. അതേക്കുറിച്ച് കടുത്ത ചർച്ചകൾ നടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് താനും. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഹമാസ് ഉണ്ടായിരുന്ന ഗാസ, അതുപോലെ ഫത്ത ഉള്ള വെസ്റ്റ് ബാങ്ക്, അപ്പോൾ ഫത്ത പാർട്ടി, അതായത് യാസർ അറഫത്തിന്റെ പാർട്ടിയാണല്ലോ ഫത്ത പാർട്ടി, അൽ ഫത്ത, ആ പാർട്ടിയുടെ ഭരണകൂടമാണല്ലോ അവിടെ നിലനിൽക്കുന്നത്. മുഹമ്മദ് അബ്ബാസ് ഭരിക്കുന്ന പലസ്തീനിയൻ അതോറിറ്റി, റാമള്ള കേന്ദ്രീകരിച്ച് വെസ്റ്റ് ബാങ്കിലെ ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ ഒരു എക്സ്റ്റൻഷനായി ഗാസയുടെ പുതിയ ഭരണകൂടത്തെ ഒരുപക്ഷെ കരുതാം. ഒരുപക്ഷെ ആ ഒരു പാർട്ടിയുടെ തന്നെ ഫത്ത പാർട്ടിക്ക് കാര്യമായ സ്വാധീനം ഗാസയിൽ ഇല്ല എന്നത് വിസ്മരിക്കുന്നില്ല. പക്ഷെ തൽക്കാലത്തേക്കെങ്കിലും അങ്ങനെ ഒരു സംവിധാനം, അവർ മിതവാദികളായ ആളുകളാണ്, ഇസ്രയേലിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന മിതവാദികളായ പലസ്തീനികളാണ്. അപ്പം മിതവാദികളായ പലസ്തീനികളുടെ ഒരു പുതിയ നേതൃനിര രൂപപ്പെടുത്തി എടുക്കുക എന്നതാണ് മൂന്നാം ഘട്ടത്തെ ഏറ്റവും സങ്കീർണമാക്കുന്നത്, പക്ഷേ ഏറ്റവും തർക്കമുണ്ടാകാൻ സാധ്യതയുള്ളതും ഇനിയൊരു യുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടാൽ അതിന് കാരണമാകുന്നതും മൂന്നാം ഘട്ടത്തിലെ ചർച്ചകളുടെ വിജയപരാജയങ്ങളാണ്. അതുകൊണ്ട് ഈ ചർച്ചകൾ ഇപ്പോൾ ദോഹയിലെ ചർച്ചകൾ ഏതാണ്ട് പരിസമാപ്തിയിൽ എത്തി നിൽക്കുന്നു. പക്ഷെ ചർച്ചകൾ തുടരും, കാരണം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഇനി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യഘട്ടത്തെക്കുറിച്ച് മാത്രമേ ധാരണയായിട്ടുള്ളൂ. ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ അതൊന്ന് നോക്കൂ, ആരൊക്കെയാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. ഡേവിഡ് ബർണി, അത് മൊസാദിന്റെ ഡയറക്ടറാണ്. മൊസാദ് എന്ന ഇസ്രയേലിന്റെ സീക്രട്ട് സർവീസിന്റെ തലവനായ ഡേവിഡ് ബാർണിയുടെ സാന്നിധ്യമുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവുമായി നിരന്തരം സംസാരത്തിലാണ്. ഇസ്രയേലിന്റെ ആവശ്യമെന്ന് പറയുന്നത് സുരക്ഷാ ഉറപ്പുകളാണ്. അത് നൽകേണ്ടത് സുരക്ഷാ സംവിധാനമായ അല്ലെങ്കിൽ സീക്രട്ട് സർവീസായ മൊസാദാണ്. അതുപോലെ ഇന്റേണൽ സീക്രട്ട് ഏജൻസി, ഇന്റേണൽ സെക്യൂരിറ്റി ഏജൻസിയായ ഷിൻ ബെറ്റിന്റെ ചുമതലക്കാർ അവിടെയുണ്ട്. അപ്പൊ അവരുടെയും കൂടെ, അതാണ് സുരക്ഷയാണ്. ഇസ്രായേൽ എന്ന രാജ്യം സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, പ്രത്യേക എൻവോയ് ആയി ഡൊണാൾഡ് ട്രംപിന്റെ, ഇനിയും സ്ഥാനമേൽക്കാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയുണ്ട്. അപ്പം ജെയിംസ് വിറ്റ്കോഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ആഴ്ചകളായി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ തമ്പടിച്ച് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. ഇവരെല്ലാം ചേർന്ന ഒരു പ്രക്രിയയാണ്. ജെയ്ക്ക് സള്ളിവന്റെ സൂപ്പർവിഷൻ ഉണ്ട് അമേരിക്കയിൽ നിന്നുകൊണ്ട്. പിന്നെ നിരന്തരമായി അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതൊരു കോംപ്ലക്സ് പ്രൊസീജിയറാണ്. നമുക്ക് പ്രഥമ ദൃഷ്ടിയ തോന്നാം ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരു മേശയ്ക്ക് ചുറ്റും, ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്തു എന്ന്. അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇസ്രയേലിന്റെ നേതൃത്വവുമായും ഹമാസിന്റെ അവശേഷിക്കുന്ന നേതൃത്വവുമായും ഈ പറയുന്ന ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകൾ നിരന്തരമായി ചർച്ച ചെയ്യുന്നു. അവർക്ക് ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കുക എന്നതായിരുന്നു ഖത്തറിന്റെ ചുമതല. അപ്പൊ ഖത്തർ ഒരു അറബ് രാജ്യമാണ്, ഈജിപ്തും മറ്റൊരു അറബ് രാജ്യമാണ്. ഖത്തറും ഈജിപ്തും ഇനിഷ്യേറ്റ് ചെയ്ത ഒരു പ്രോസസ്, അതിന് തലപ്പത്ത് നിൽക്കുന്നത് പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അതെന്തുകൊണ്ടാണ്? അറബ് ലോകം ചൈന അനുകൂലമോ റഷ്യ അനുകൂലമോ മാറുന്നതിനും, അല്ലെങ്കിൽ റഷ്യയുടെയോ ചൈനയുടെയോ കൂടുതൽ സാന്നിധ്യം ആ പ്രദേശത്ത് വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അമേരിക്കയുടെ ഒരു പിടി വിട്ടു പോകാതിരിക്കാൻ ആ പ്രദേശത്തിന്റെ സമാധാന ദൗത്യത്തിൽ തങ്ങൾക്ക് നിർണായക പങ്കാളിത്തം ഉണ്ടാകണം എന്ന ഒരു ചിന്ത അമേരിക്കയ്ക്കുണ്ട്. അത് മൂപ്പിളവ് തർക്കത്തിൽ ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും താങ്കളാണോ ഞാനാണോ വലുത് എന്ന മൂപ്പിളവ തർക്കത്തിൽ പെട്ടു പോകാതിരിക്കാൻ ഈ രണ്ട് പ്രസിഡന്റുമാരും നന്നായി ശ്രമിച്ചു എന്നത് ശുഭോദർക്കമായ കാര്യമാണ്. ബൈഡനെ സംബന്ധിച്ചിടത്തോളം താൻ ദുർബലനായ പ്രസിഡന്റാണ് എന്ന് ലോകം മുഴുവൻ പറയുന്നു. അങ്ങനെയല്ല, എന്റെ കാലത്താണ് ഡീൽ സാധ്യമായത് എന്ന് പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഡൊണാൾഡ് ട്രംപിന് പറയാം, ഞാൻ പ്രസിഡന്റായി ചുമതലയേറ്റെടുക്കും, ഞാൻ അൾട്ടിമേറ്റം കൊടുത്തു, അന്ത്യശാസനം കൊടുത്തു, അതുകൊണ്ടാണ് ഈ ഡീൽ ഇപ്പോൾ സാധ്യമായത് എന്ന് ട്രംപിനും പറയാം. ഇതിന് പ്രധാന ക്രെഡിറ്റ് എടുക്കാൻ സാധ്യതയുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അദ്ദേഹം വരച്ച ഒരു പാറ്റേണിൽ കൂടി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതും. അതുകൊണ്ട് അവസാനം ഗാസയ്ക്ക് ആശ്വസിക്കാം. കണ്ണീർ വറ്റുന്നില്ല ഗാസയിൽ, ദുരിതങ്ങൾ അവസാനിക്കുന്നില്ല. പക്ഷേ താൽക്കാലിക ശമനം ഉണ്ടായിരിക്കുന്നു. കൂടുതൽ നല്ല വാർത്തകൾക്കായി മധ്യപൗരസ്യ പ്രദേശത്തു നിന്നും കൂടുതൽ ഇതുപോലെയുള്ള നല്ല വാർത്തകൾക്കായി നമുക്ക് കാതോർക്കാം.